പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂദാവൂദും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിലൊക്കെ കാണാൻ സാധിക്കും. ഇതാ രണ്ടാഘോഷങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു, രണ്ടാഘോഷങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് ജുമുഅ നമ്മളിവിടെ സംഘടിപ്പിക്കും, പക്ഷേ പങ്കെടുക്കേണ്ടവർ പങ്കെടുത്താൽ മതി. ഇതാണ് ഹദീസിന്റെ കണ്ടന്റ്. അതാണ്. ഇതിങ്ങനെ വായിച്ചിട്ട് ഞാൻ പറയാണ് അപ്പൊ ജുമുഅ നിർബന്ധമില്ല. പ്രശ്നത്തിന്റെ മർമ്മതാണ്. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. വെള്ളിയാഴ്ചയും ജുമുഅ ഒന്നിച്ച്, പെരുന്നാൾ ഒന്നിച്ചു വന്നു. ജുമുഅ ഞങ്ങൾ ഇവിടെ നടത്തും, പങ്കെടുക്കേണ്ടവർ പങ്കെടുത്തോളി, അല്ലാത്തൊരു പങ്കെടുക്കണമെന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഹദീസിന്റെ റിപ്പോർട്ട്, പദങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഹദീസ് മറ്റ് ഹദീസുകൾ വായിക്കുകയും ഇതിന്റെ തന്നെ ശറഹ് വായിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അന്ന് മദീനയിൽ ഒറ്റ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന്, ഉയർന്ന മലഞ്ചെരുവുകളിൽ നിന്ന്, വാദികളിൽ നിന്നൊക്കെ സ്വഹാബികൾ കഷ്ടപ്പെട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മദീനയിലെത്തുമായിരുന്നു. അവർ ഇനി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് ആ പൊരി വെയിലത്തൂടെ ആ മരുഭൂമി ഇങ്ങോട്ട് തന്നെ താണ്ടേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ കോട്ടപ്പടി പള്ളിന്റെ അപ്പുറത്ത് താമസിക്കുന്ന സീതലവിക്ക് ജുമാ നിസ്കാരം നിർബന്ധമില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. മണാലികളിൽ താമസിക്കുന്ന ആളുകൾക്ക് വരണമെന്നില്ല, അവർ വീട്ടിൽ വെച്ച് ദുഹ്ർ നമസ്കരിക്കട്ടെ. എന്നാൽ ഞാനിവിടെ ജുമാ നമസ്കരിക്കുന്ന നടത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മറ്റാരും വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആരെ വെച്ചിട്ടാ നടത്തുക? പള്ളിയുടെ അയൽപ്പക്കങ്ങളിലുള്ളവർ വന്നേ പറ്റൂ. നേരെ ചോറ് വെച്ചിട്ട് ടൂർ പോകാൻ നിൽക്കേണ്ട നിർത്തം അല്ലേ? അതുകൊണ്ട് ജുമാക്ക് വരണം. എനിക്ക് വേണമെങ്കിൽ പറയാം, ഏത്, ഞാനിവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ അപ്പുറത്താണ്, എനിക്കന്ന് ജുമാ നിർബന്ധമല്ല. പക്ഷെ എൻ്റെ വീടിന്റെ തൊട്ട് 250 മീറ്ററിലാ പള്ളി നിൽക്കണത്, ഞാൻ നേതൃത്വം കൊടുക്കണ പള്ളി. ഞാൻ അവിടെ പോകേണ്ടി വരൂലേ? അവിടെ ജുമാ നടക്കുക. എന്നിട്ട് ഞാൻ പറയാം ജുമാ നിർബന്ധമില്ല. പിന്നെ ഞാൻ ദുഹ്റിന് എവിടെ നിസ്കരിക്കാം? പള്ളിയിൽ ജുമാ നിസ്കരിക്കുമ്പോൾ എനിക്ക് 200 മീറ്റർ അപ്പുറത്തിന്റെ വീട് നിൽക്കുന്നു, എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ദുഹ്ർ നിസ്കരിക്കല. ഇപ്പൊ ദീനിനെ അങ്ങനെയാണ്ട് ലളിതാക്കല്ലേ. ഹദീസിലെ പദം ഞാൻ പറഞ്ഞ വൈന്നാല മുജമ്മിഊൻ, നാം ജുമാ നടത്തും, വേണ്ടവർക്ക് പങ്കെടുക്കാം, അല്ലാത്തവർക്ക് പങ്കെടുക്കണ്ട എന്ന് പറയുന്നത് അടുത്ത ഹദീസിൽ ഹാക്കിം ഉദ്ധരിക്കുമ്പോൾ കാണാം മണാലികളിലുള്ളവർ വരേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മണാലി എന്ന് പറഞ്ഞാല് പിന്നെ സൗദിയിൽ മരുഭൂമിയിൽ ജീവിക്കുന്ന ആൾ, ഉന്നത മലമ്പ്രദേശങ്ങളിലുള്ളവർ വരേണ്ടതില്ല എന്നേ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഒരു ഫർള് കിഫായ കൊണ്ട് ഒരു ഫർള് ഐനിനെ തടയാൻ കഴിയില്ല എന്നത് പണ്ഡിത ലോകത്ത് ഏകീകൃതമായ അഭിപ്രായമാണ്. പെരുന്നാൾ നമസ്കാരം ഫർള് കിഫായയാണ്, ജുമുഅ വ്യക്തിപരമായ നിർബന്ധമാണ് അല്ലേ? അതിൽ നിന്ന് ഒഴിവുള്ള ആളുകളുണ്ടല്ലോ, യാത്രക്കാർ, അതിൽപ്പെടുത്തിയാൽ മതി. അതില്ലാതെ ഏതെങ്കിലും ഒന്നേ മതി എന്ന നിസ്സാരവൽക്കരണം അവിടെ ശരിയല്ല. അതല്ല അതിന്റെ ഉദ്ദേശം.